അമ്മേ, ദേ അച്ഛൻ. എന്തെന്നത് മരിച്ച വീട് പോലെ ഇരിക്കുന്നു? അച്ഛന്റെ കേസ് ഓർത്തിട്ട അതെല്ലാം കഴിഞ്ഞ് സത്യമെല്ലാം പുറത്തു വന്ന് നമുക്കെതിരെ വലിയൊരു ശത്രു ഉണ്ടായി. മന്ത്രിമാരുടെ കുടുംബം എല്ലാം ആവുമ്പോ ഇതെല്ലാം പതിവാന്ന് കരുതി അങ്ങ് സമാധാനിച്ചാ മതി. ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടാ. എന്തെന്നാടാ ഇത്? ഞാൻ വീണിന? ഞാൻ ആരെങ്കിലായിട്ട് തല്ലുണ്ടാക്കിന? എന്തെന്നാ നിനക്ക് പറ്റിയത്? എന്തെന്നാന്ന് പറ. ഇപ്രാവശ്യം ദൂരെ നിന്ന് കണ്ടിട്ട് പോകാനൊന്നും അല്ല വന്നത്. നിന്റെ വാപ്പ എടുത്ത് നിന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ തന്നെ. ഇപ്പോഴോ? എന്തേ അപ്പോഴേക്കും ടെൻഷനായോ? അല്ല, നിനക്കല്ലായിരുന്നോ ഭയങ്കര ധൈര്യം? ആരാ? എന്താ? എടി, എന്താ? ഹലോ, ഏതാടാ നീ? എന്താ ഇവിടെ? ആരാടാ നീ? ആനന്ദ്, നിന്നെ കൊല്ലാൻ വന്നതാ. കൊല്ലാൻ? എനിക്കിന്ന് ചാവാൻ മനസ്സിലടാ. അതിരിക്കട്ടെ, ഇതേതാ കേസ്? ആ പെണ്ണിന്റെ ആണോ? അവള് കൊള്ളാട്ടോ. അവള് ചാവുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു നീ വരുമെന്ന്. എടാ പീറ ചെറുക്ക, എവിടുന്നോ കിട്ടിയൊരു ഊച്ചാളി തോക്കും കൊണ്ട് നീ എന്നെ ഞോണ്ടാൻ വരണമെങ്കിൽ നീയൊക്കെ ഇനിയും ജനിച്ച് പലരെയും കൊന്നു ചത്ത് വീണ്ടും ജനിച്ച് വരണോടാ. സാത്താൻ എന്റെ കൂടെയാടാ. അവള് ചോരെ കിടന്ന് കുളിക്കുമ്പോഴാടാ ബിയർ കുപ്പിയേറ്റി ഞാൻ അവളെ കൊന്നത്. ഞാൻ അവളെ പണ്ടേ നോട്ട് വിട്ടിരുന്ന. ഓടിയാടാ. ഒരു ഊള ചെറുക്കൻ സലീമിനെ കൊല്ലാൻ നടക്കുന്നു.
എന്തിനാ നീ ഇത് ചെയ്തത്? ഞാൻ നിന്നെ രക്ഷിക്കുന്നത് കരുതിയിട്ടാ? ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. രക്ഷിക്കണം. ഓൻ സ്നേഹിച്ച കുട്ടിയാണ് അവർ തട്ടിക്കൊണ്ട് പോയത്. ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നത് കണ്ടപ്പോ ഓരോന്നും ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. നീ എന്തെന്ന് എന്നെ ഓർക്കാഞ്ഞത്? ആ സമയത്ത് എനിക്ക് പറ്റിപ്പോയി. എന്നെ രക്ഷിക്കണോ അച്ഛാ? കരയുന്ന എനക്ക് കള്ളം പറയാനാവൂല, ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടക്കാനാവുന്നത്. എനക്കത് മറച്ചു വെക്കാനാവൂല. മറച്ചു വച്ച വിശ്വം പിന്നെ വിശ്വനല്ലാണ്ടാവും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ തിരിച്ചു വരാൻ സാധിക്കൂല. മോൻ അച്ഛനോട് ക്ഷമിക്കണം കേട്ടാ. നീ കീഴടങ്ങണം, കുറ്റം സമ്മതിക്കണം. അച്ഛൻ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് തന്നെ ജീവിച്ചു. ആ അച്ഛൻ്റെ മകനായിട്ട് ഞാൻ ജീവിക്കും. അമ്മയെല്ലാം നീ പറഞ്ഞ് മനസ്സിലാക്കണം. നീ വാ. നെഞ്ചും വിരിച്ച് നടക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാന്ന് എനക്കെങ്കിലും ബോധ്യപ്പെടണ്ടേ? ഈ കൊലക്കുറ്റ് ഞാൻ ഏറ്റെടുത്തോളാം. ഈ ഒരു അക്ഷരം ഉണ്ടാഞ്ഞാ മതി. നമുക്ക് ഈ ലോക്കപ്പും ജയിലൊന്നും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ആനന്ദ് മോനെ ഞാൻ എന്റെ തോളിലിട്ട് വളർത്തിയെടുത്തതാ. ഓർമ്മക്ക് വിട്ടുകൊടുക്കണ്ടോ? നീ എന്റെ കൂടെ പറപ്പല്ലടാ. നീ പോയാലും ഓൻ പോയാലും എനക്കൊന്നാ. നിങ്ങ എല്ലാരും കൂടെ എന്നെങ്ങനെ കുത്തി പറക്കരുത് കേട്ടാ. വിട്ടുകള. അനക്ക് കള്ളത്തരം പറയാൻ പറ്റൂല വിശ്വ. അനക്കത് പറ്റൂല. ആനന്ദ് മോൻ ശിക്ഷയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരിക പുതിയൊരാളായിട്ടല്ലേ? വരട്ടെ. കേരളം ഇന്നേ വരെ കാണാത്ത ഒരു രംഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് നാം. ഒരുപക്ഷെ ആദ്യമായിട്ടാകും ഒരു മുഖ്യമന്ത്രി കൊലപാതക കേസിൽ പ്രതിയായ മകന്റെ വിധി കേൾക്കാൻ കോടതിയിലെത്തുന്നത്. ഗുണ്ടാ സലീം വധക്കേസിൽ കോടതി ശിക്ഷിച്ച ആനന്ദിനെ ഇന്ന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. തന്റെ മകൻ ചെയ്ത കുറ്റം അച്ഛൻ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്താറായി എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ധൈര്യമായിട്ടിരി മോനെ. ഇമേജ് വർദ്ധിപ്പിക്കാൻ CM തന്നെ ചെയ്ത പണിയല്ലേ ഇത്? ഇവിടെയും കടക്കുപുറത്ത് എന്ന് പറയാനുള്ള ധാർഷ്ട്യം കാണിക്കാത്തത് എന്ത്? ഒടുവിൽ ഭരണം പിടിച്ചു നിർത്താൻ സ്വന്തം മകനെ വരെ കാട്ടിക്കൊടുക്കേണ്ടി വന്നു അല്ലേ? സ്വന്തം കുടുംബത്തെക്കാൾ വില തന്റെ കരിയറിന് നൽകുന്ന ഒരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനാകാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു CM? ഓൻ
ഒഞ്ചിയത്തും വടകരയിലും മോർക്കാട്രിയിലും മേറാമലയിലും നാദാപുരത്തും പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ചു കൊന്ന ചെറുപയർ പട്ടാളത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തല ലോക്കപ്പിലിട്ടടിച്ച് കമ്മ്യൂണിസ്റ്റ് മൂർദാബാദ് എന്ന് വിളിക്കാൻ പറഞ്ഞപ്പം ശബ്ദം പുറത്തു വരാത്ത സഖാവ് മണ്ടോടി കണ്ണാട്ടൻ സ്വന്തം ചോര കൊണ്ട് ലോക്കപ്പിന്റെ ചമരില് അരിവാൾ ചുറ്റിക വരച്ചു വെച്ച് ആ മണ്ടോടി കണ്ണാട്ടന്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ എന്റെ അച്ഛൻ പൂർണ്ണ ഗർഭിണിയായിരുന്ന എന്റെ അമ്മന്റെ മുഖത്തു നോക്കി ഒന്നേ പറഞ്ഞുള്ളൂ, കുട്ടി ആണാന്നെങ്കിലും പെണ്ണാന്നെങ്കിലും ചോന്ന കൊടി പിടിപ്പിച്ചോളെന്ന്. ആ അമ്മയ്ക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാണ്ട് വെടികൊണ്ട് തലച്ചോറ് ചിതറിക്കടന്ന എന്റെ അച്ഛനെ പോലുള്ള സഖാക്കളുടെ ചോരയിൽ മുക്കിയെടുത്തതാണ് ഈ ചെങ്കൊടി. നിങ്ങൾ എന്നെങ്കിലും എന്റെ നന്മ കണ്ടിട്ടുണ്ട്? മകനെ ശിക്ഷിച്ചാൽ അത് കുറ്റം, അഴിമതിക്കാരൻ, കൊലപാതകി, മനുഷ്യത്വമില്ലാത്തവൻ, അങ്ങനെ ഒരുപാട് ബിരുദങ്ങൾ നിങ്ങൾ എനിക്ക് ചാർത്തി തന്നിട്ടുണ്ടല്ലോ. എന്റെ മകനായാലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം, വേണ്ടേ? പിന്നെ ഭരണം, ഈ ഭരണം ആർക്കു വേണ്ടിയാണെന്ന് ഇതുവരെയായിട്ടും നിങ്ങൾക്കാർക്കും മനസ്സിലായിട്ടില്ലേ? എന്നാ കേട്ടോ, എല്ലാം ശരിയാകും എന്ന് വിശ്വസിച്ച് ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത ഒരുപാട് പേരുണ്ടെന്റെ ചുറ്റും. അവരുടെ വിശ്വാസത്തിന് വേണ്ടിയാണ് എന്റെ ഭരണം. ഉന്നപ്രയിലും വയലാറിലും മർദ്ദനമേറ്റു മരിക്കുമ്പോൾ അമ്മേ എന്ന് വിളിക്കാതെ ഇൻകുലാബ് വിളിച്ചവരെ ഈ മുദ്രാവാക്യം 1000 വട്ടം വിളിച്ചിട്ടുണ്ട് വിശ്വൻ. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയാണ് എന്റെ ഭരണം. ഇടനെഞ്ചിൽ ഊർഷാസിയുടെ ഇടിയേറ്റ് ചെറുപ്രായത്തിലെ മരണപ്പെട്ടു പോയ മക്കളുള്ള ഒരുപാട് അമ്മമാരുണ്ട് എന്റെ ഈ നാട്ടിൽ. അവർക്ക് വേണ്ടിയാണ് എന്റെ ഈ ഭരണം. പാവപ്പെട്ടവർ, ആശയറ്റുപോയവർ, ഭക്ഷണമില്ലാത്തവർ, മക്കളുണ്ടായിട്ടും നോക്കാൻ ആരുമില്ലാത്തവർ, അവർക്കൊക്കെ വേണ്ടിയാണ് എന്റെ ഈ ഭരണം. ജാതി പറഞ്ഞുറഞ്ഞു തുള്ളുന്ന ആത്മീയ വ്യഭിചാരികളുമായി കൂട്ടുചേർന്ന് ഭരണം എങ്ങനെയും നിലനിർത്താൻ ഈശ്വരനൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരനല്ല. ഐ ആം എ കമ്മ്യൂണിസ്റ്റ്. ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയേകി ഇങ്ങ് തെക്കേ അറ്റത്ത് ഇത്തിരിപ്പോന്നൊരു ചുകന്ന ഭൂമിയെ അഭിമാനത്തോടെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട സഖാവ്